നമസ്കാരം. ബി.ജെ.പി. നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് വന്നത് കർണാടക രാഷ്ട്രീയം കലുഷിതമാക്കിയിരിക്കുകയാണ്. 17 വയസ്സുകാരിയുടെ അമ്മയുടെ പരാതിയിന്മേലാണ് ബംഗളൂരു സദാശിവനഗർ പോലീസ് കേസെടുത്തത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കുട്ടിക്കൊപ്പം സ്റ്റേഷനിലെത്തിയാണ് അമ്മ പരാതി സമർപ്പിച്ചത്. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചത്. 2024 ഫെബ്രുവരി 2-ന് യെദ്യൂരപ്പയുടെ സഹായം തേടാൻ പോയതിനിടെയായിരുന്നു ലൈംഗിക അതിക്രമം എന്നാണ് പരാതിയിൽ പറയുന്നത്. സഹായം തേടിയെത്തിയ പെൺകുട്ടിയെ യെദ്യൂരപ്പ മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നാണ് എഫ്ഐആറിലുള്ളത്. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട പെൺകുട്ടി അമ്മയോട് പീഡന വിവരം പറയുകയായിരുന്നു. യെദ്യൂരപ്പയ്ക്കെതിരായ പീഡന പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു. സംഭവത്തിന്റെ നിജസ്ഥിതി വ്യക്തമായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കൂ. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുള്ളതായി കരുതുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പരാതിക്കാരിയുടെ ആരോപണം തള്ളിയ യെദ്യൂരപ്പയുടെ ഓഫീസ് പരാതിക്കാരി മുമ്പും പല വിധത്തിലുള്ള 53 പരാതികൾ നൽകിയിട്ടുണ്ടെന്നും ഈ പരാതി വ്യാജമാണെന്നും വിശദീകരിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. സഹായം ആവശ്യപ്പെട്ട് അമ്മയും മകളും പലതവണ തന്നെ വന്ന് കണ്ടിരുന്നു. 1.5 മാസം മുമ്പ് വരുമ്പോൾ അവർ കരയുന്നത് കണ്ടു. ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും നീതി ലഭിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. അവർക്ക് സാമ്പത്തികമായി സഹായം നൽകുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം അവർ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അവർക്ക് എന്തോ ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് യെദ്യൂരപ്പ പറഞ്ഞത്. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ദക്ഷിണേന്ത്യയിലെ ബി.ജെ.പി. സ്വാധീനമുള്ള ഏക സംസ്ഥാനമായ കർണാടകയിൽ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസ്. ബി.ജെ.പി. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് കാത്തിരുന്ന് കാണാം.